സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ നമ്മൾ വാസ്തുശാസ്ത്ര സംബന്ധമായുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കേട്ടിട്ട് പല ഭാഗത്തു നിന്നും ഒരുപാട് സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംശയങ്ങൾ അതിപ്പോൾ നമുക്കൊന്നും മറുപടി പറയാനായിട്ട് ആ സമയത്ത് പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ സംശയങ്ങളുണ്ട്. ചിലർ സംശയങ്ങൾ വരുമ്പോൾ അത് നേരിട്ട് ഫോൺ മുഖേനയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, സംശയം ദൂരീകരിക്കാറുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരുടെയും അറിവിലേക്കായിട്ട് അത്തരം സംശയങ്ങൾക്ക് ഒരു മറുപടി പറയുക എന്നുള്ളതായുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തുശാസ്ത്ര സംബന്ധമായുള്ള സംശയങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും സാധാരണ ജനങ്ങളുടെ സംശയങ്ങളുണ്ടാവാം. പിന്നെ അവർ ബന്ധപ്പെടുന്നതായുള്ള മറ്റ് മേഖലകളിൽ നിന്ന് പലരും പറഞ്ഞു കൊടുത്തിട്ടും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടും ഒക്കെ ഇങ്ങനെ സംശയങ്ങൾ കൂടുതൽ ഉണ്ടാകാം. ഈ ഒരു വിഷയത്തിൻ്റെ സ്വഭാവം തന്നെ അതാണ്. ഇപ്പോൾ ഒരാൾ പറയുന്ന രീതിയിലാവില്ല വേറൊരാൾ പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോകളിൽ തന്നെ പലതും പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, പലരും പറയുന്നത് വിശദീകരണം നൽകുന്നതൊക്കെ വ്യത്യസ്ത രീതിയിലാവാം. അത് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നെ ആ രീതിയിൽ തന്നെയാണ്. ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതിന് നേരെ വിരുദ്ധമായിരിക്കും വേറെ ചില ഗ്രന്ഥങ്ങളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ വാസ്തുശാസ്ത്രം. എന്തായാലും ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അടുക്കള വടക്കു ഭാഗത്താണ്, വീടിൻ്റെ മുഖം കിഴക്കോട്ടാണ്, അടുക്കള വടക്ക് കിഴക്ക് ഭാഗത്ത്. അപ്പോൾ ഈ അടുക്കളയുടെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാൽ കിണർ കാണുന്നു. ഈ കിണർ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേറെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്താണ് കിണർ കാണാൻ പാടില്ല, അത് ദോഷമാണ് മറ്റൊന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇങ്ങനെ അത് വാസ്തുശാസ്ത്രജ്ഞന്മാരാണോ അതിന് വേറെ ഏതെങ്കിലും വ്യക്തികളാണോ എന്നറിയില്ല. എന്താവട്ടെ, നമുക്കിങ്ങനൊരു സംശയം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വടക്ക് കിഴക്ക് മൂലയിൽ എന്ന് പറഞ്ഞാൽ പർജന്യപഥത്തിലാണ് അടുക്കള നിൽക്കുന്നത്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക്, അതായത് വടക്കോട്ടാണ് വാതിൽ. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ കിണർ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്നിലത് മീനം രാശിയിലോ അല്ലെങ്കിൽ കുംഭം രാശിയിലോ ഒക്കെ ആകാം. അപ്പോൾ ഏത് രാശിയിലായാലും കിണർ കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. വാസ്തുശാസ്ത്രത്തിൽ അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കിണർ കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമുള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു വിഷയം വരാം. ഈ വാതിലിൻ്റെ മധ്യസൂത്രവും അതുപോലെ തന്നെ കിണറിൻ്റെ മധ്യവും ഒരേ ലൈനിലേക്ക് വരിക, അത് പാടില്ല എന്ന് പറയേണ്ടി വരും. കണ്ടുകൊണ്ട് കുഴപ്പമില്ല, നേരെ മധ്യത്തിൽ മധ്യസൂത്ര ഭേദം ഒരിക്കലും വരാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും നമുക്ക് പരിഹാരമുണ്ട്. കട്ടിള എവിടേക്കെങ്കിലും ഒന്ന് നീക്കി വയ്ക്കുക എന്നുള്ളതാണ്. ആ മദ്യം മാറി കിട്ടാവുന്ന വിധത്തിൽ. നമുക്ക് കിണറിൻ്റെ അടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് ആണ് ചെയ്യാനുള്ളൊരു മാർഗം. ഇതിപ്പോൾ വടക്ക് വശത്തെ ഡോറിൻ്റെ ഇത് മാത്രമല്ല. ചിലർ പറയാറുണ്ട് കിഴക്കോട്ട് മുഖമുള്ള വീടാണ്, പ്രധാന വാതിൽ കിഴക്കോട്ടാണ്, ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ കിണർ കാണുന്നു. കിണർ കാണണമെങ്കിൽ സ്വാഭാവികമായിട്ട് മീനം രാശിയിലോ അല്ലെങ്കിൽ മീനം കഴിഞ്ഞ് അല്പം തെക്കോട്ട് മാറി മേടം രാശിയിലൊക്കെ ആവാം. അങ്ങനെ വരുമ്പോഴും പ്രധാന വാതിൽ തുറക്കുമ്പോൾ കിണർ കാണാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി. അപ്പോൾ ഏത് ഭാഗത്തായാലും ഇനിയിപ്പോൾ
പടിഞ്ഞാറോട്ട് മുഖമുള്ള വീടാണ്, അവിടെ ഇതുപോലെ സംഭവിക്കാമല്ലോ. പടിഞ്ഞാട്ട് മുഖമുള്ള വീടാണ്, അവരുടെ കിണർ വരുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണെങ്കിൽ അവിടെ നമുക്ക് കിണറിൻ്റെ ഒരു സ്ഥാനമുണ്ട്. പലരും പറയും കന്നിമൂലയിൽ കിണർ പാടില്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷേ കന്നിമൂലയിൽ തന്നെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പദങ്ങളായി തിരിച്ച് ഒക്കെ വരുമ്പോൾ ഇന്ദ്രജിത്ത് പദത്തിൽ നമുക്കൊരു സ്ഥാനം വാസ്തുശാസ്ത്രം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു കിണറാണെങ്കിൽ സ്വാഭാവികമായിട്ട് പടിഞ്ഞാട്ട് വാതിൽ തുറക്കുമ്പോൾ ഒന്ന് തെക്കോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ ഇടത്തോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയാൽ സ്വാഭാവികമായിട്ട് കിണർ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും കിണർ കാണുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇത് മാത്രമേ ഉള്ളൂ, ഈ വാതിലിൻ്റെ മധ്യസൂത്രവും കിണറിൻ്റെ മധ്യസൂത്രവും ഒരേ രേഖയിൽ വരാതിരിക്കുക, അത്രയും മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ചിലർ ചോദിക്കും, അത് നമുക്ക് മറച്ച് വെക്കണോ, അവിടെ വല്ലൊരു മറ കെട്ടണോ? അങ്ങനെ മറ കെട്ടേണ്ട കാര്യമൊന്നുമില്ല. കിണർ കണ്ടുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ദോഷമുള്ള കാര്യമല്ല. കിണറെന്ന് പറയാൻ തന്നെ നമുക്ക് കുടിവെള്ളം തരാനുള്ള ഒന്നാണത്. ആ കുടിവെള്ളം നമുക്ക് എന്താ പറയുക, ജീവസന്ധാരണത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ് വായുവും വെള്ളമൊക്കെ. അപ്പോൾ ആ വെള്ളം തരുന്നുള്ള ആ കിണർ നമുക്ക് അവിടെ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വാതിൽ തുറക്കുമ്പോൾ കിണർ കണ്ടതുകൊണ്ടും യാതൊരു പ്രയാസവും ഇല്ല. അതെല്ലാം സ്ഥാനത്താവണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ മധ്യസൂത്രഭേദം വരാത്ത വിധത്തിലായിരിക്കണം. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ കിണറിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ വേറൊരു കാര്യം കൂടി ഒരാൾ ചോദിച്ചു. നമുക്ക് കിണറിലേക്ക് നേരെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഉദയം അതിലേക്ക് കാണണം, ഉദയരശ്മികൾ കിണറിലേക്ക് പതിക്കണം എന്നൊക്കെ ആരോ പറഞ്ഞു അത്രേ. അപ്പോൾ അതങ്ങനെ ഉദയം അല്ലെങ്കിൽ ഉദയരശ്മികൾ എങ്ങനെയാണ് കിണറിൻ്റെ ഉള്ളിലേക്ക് പതിക്കുക? കിണറിൻ്റെ സ്വാഭാവികമായിട്ട് കിണറിൻ്റെ വായ്ക്കല്ലിൽ പതിക്കാം, അത് സംഭവിക്കും. അതിപ്പോൾ കിഴക്ക് ഭാഗത്ത് കിണറാണെങ്കിൽ അല്ലെങ്കിൽ വടക്ക് വശത്ത് കുംഭം രാശിയിലോ മീനം രാശിയിലോ മേടൻ രാശിയിലോ ഇടവൻ രാശിയിലോ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സൂര്യൻ്റെ കിഴക്ക് വശത്ത് നിന്നുള്ള സൂര്യോദയത്തിലുള്ള രശ്മികൾ വരാം. പക്ഷെ അതല്ല വേണ്ടത്, ഉദയം അതിലേക്ക് വരില്ല, ഉദയരശ്മികൾ വരുന്നതല്ല പ്രധാനം. സൂര്യരശ്മികൾ എന്തായാലും കിണറിലെ വെള്ളത്തിലേക്ക് പതിക്കണം. അത് സൂര്യൻ ഏകദേശം മുകളിലേക്കൊക്കെ എത്തുമ്പോഴേ, നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ എത്തുമ്പോൾ മാത്രമേ സൂര്യരശ്മികൾ അതിലേക്ക് കിണറിൻ്റെ ഉള്ളിലേക്കൊക്കെ പതിക്കുകയുള്ളൂ. നമുക്കറിയാലോ, സൂര്യരശ്മികൾ എന്തായാലും ജലത്തിൽ പതിക്കുന്നത് നല്ലതാണ്. വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ സൂര്യരശ്മികളെന്ന് പറഞ്ഞാൽ പൊതുവെ വിറ്റാമിൻ ഡി തുടങ്ങിയുള്ള മിനറൽസ്, അതൊക്കെ സൂര്യരശ്മികൾ കൊണ്ട് പല ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിൽ കിട്ടണമെങ്കിൽ കിണർ തുറന്ന് അതുപോലെ തന്നെ സൂര്യരശ്മികൾ പതിക്കാവുന്ന വിധത്തിൽ തന്നെ വേണം. അതുകൊണ്ട് തന്നെ കിണർ ഒരിക്കലും മൂട്ടിയിടാനും പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇത്രയാണ് പറയാനുള്ളത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി ഞങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.